ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം ഞാൻ വായിക്കാം. അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും, ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. യോശുവ യോർദാന്റെ തീരത്ത് വന്ന് നിൽക്കുമ്പോഴുള്ള ഒരു വാക്കുകളാണിത്. ഈ വഴി നിങ്ങൾ പോയിട്ടില്ല, ഇനി ഈ വഴിയിലൂടെ നിങ്ങളെ ഞാൻ നടത്തുകയാണ്. ആ വഴിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? മുൻപിൽ ചെങ്കടല, മുൻപിലോട്ട് പോകുവാൻ യാതൊരു മാർഗവുമില്ല, ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കുവാൻ ഒരു വഴിയുമില്ല. പക്ഷേ ഇവിടെ പരിശുദ്ധാത്മാവ് യോശുവയോട് പറയുന്നു, ഈ വഴിയിലൂടെ നിങ്ങൾ പോകും, ഈ വഴിയിലൂടെ നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലാത്ത വഴിയിലൂടെ നിങ്ങൾ ഇനി പോകും. 2025 ദിനങ്ങൾ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾ പോയിട്ടില്ലാത്ത വഴിയിലൂടെ, ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. എന്താ വഴി? യോർദാന്റെ അത്ര ഭീകരമായ, കടക്കുവാൻ മുന്നോട്ട് പോകുവാൻ പറ്റാത്ത ഒരു പ്രത്യേക വഴി. അവിടെ വഴി തുറന്നിട്ടില്ല. പക്ഷേ അവിടെ പരിശുദ്ധാത്മാവ് പറയുന്നത്, അതിൻ്റെ താഴോട്ട് ഭാഗം വായിക്കുന്ന പറയാൻ, പുരോഹിതന്മാരുടെ യോശുവ നിങ്ങൾ നിയമപ്പെട്ടകം എടുത്ത് ജനത്തിന് മുൻപായി അക്കരെ കടപ്പീൻ. അങ്ങനെ നിയമപ്പെട്ടകം എടുത്ത് ജനത്തിന് മുൻപായി നടന്നു. പിന്നെ യഹോവ യോശുവയോട്, ഞാൻ മോശയോട് ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കും എന്ന് ഇസ്രായേൽ എല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണുകെ നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും. താഴോട്ട് വായിക്കാം. താഴോട്ടുള്ള ഭാഗത്തിൽ ആദ്യം പരിശുദ്ധാത്മാവോട് പറയുന്നത്, ഈ വഴിയിലൂടെ പോകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, വഴി തുറക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, വഴി തുറക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിടെ പറയുന്ന ആദ്യ ഒരു ഭാഗമുണ്ട്. അതിങ്ങനെയാണ്, വാക്യം 5, നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പീൻ. ഒന്നാമത്തെ ഭാഗം, ഈ വഴിയിലൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും പുതിയ വഴി നിങ്ങൾക്ക് വേണ്ടി തുറക്കണമെങ്കിൽ വിശുദ്ധിയുടെ ജീവിതത്തിൻ്റെ അവസ്ഥ 2025 ദിവസങ്ങൾ നമുക്കുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വഴി തുറക്കപ്പെടുകയുള്ളൂ. ഇവിടെ ഏതാ പറയുന്നത്? ഒന്നാമത് ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പീൻ. വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. അയൽവാസിയെ വിശുദ്ധീകരിക്കുന്ന വിഷയമല്ല പറയുന്നത്, അടുത്തിരിക്കുന്ന ആളിനെ വിശുദ്ധീകരിക്കുന്ന വിഷയമല്ല പറയുന്നത്. ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ചാൽ 2025 ദിവസങ്ങൾ കർത്താവ് ചില അത്ഭുതങ്ങൾ ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നു. മാത്രമല്ല, അതിന് താഴെ ഒരു ഭാഗം കൂടെ ഉണ്ട്, അത് ഞാൻ വായിക്കാം. വിശുദ്ധീകരിച്ച് കഴിയുമ്പോൾ വാക്യം 9, യോശുവ ഇസ്രായേൽ മക്കളോട്, ഇവിടെ വന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേൾപ്പീൻ. വിശുദ്ധീകരിക്കപ്പെട്ട ഒരാൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ദൈവവചനം കേൾക്കേണ്ടത് ആവശ്യമാണ്, ദൈവവചനം വായിക്കേണ്ടത് ആവശ്യമാണ്. പറയുന്നതിൻ്റെ താല്പര്യം, യോശുവ പുരോഹിതന്മാരോടുകൂടെ ഈ യോർദാന്റെ ആ വാതുക്കൽ അല്ലെങ്കിൽ അതിൻ്റെ തീരത്ത് വന്ന് കാലെടുത്തു വെച്ചപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയാമോ? കയ്യിൽ നിയമപ്പെട്ടകം കൂടെ ഉണ്ടായിരുന്നു. യേശു ക്രിസ്തുവായ പെട്ടകം ചുമന്നുകൊണ്ടാ അവർ പോയത്. ഇതാ യോർദാൻ 2ആയി വിഭാഗിക്കപ്പെട്ടു. മുകളിൽ നിന്ന് വരുന്ന വെള്ളം അവിടെ നിന്നു. അവിടെ ഉണ്ടായിരുന്ന വെള്ളം താഴേക്ക് ഒഴുകി. മുമ്പ് വഴിയില്ലായിരുന്നു, കാരണം അവർ വിശുദ്ധീകരിക്കപ്പെട്ടു. ദൈവവചനം കേൾക്കുവാൻ അവർ മുന്നോട്ട് വന്നു. മാത്രമല്ല, പുരോഹിതന്മാരോടുകൂടെ നാം ഒരുമിച്ച്, നാം വിശുദ്ധ പുരോഹിത വർഗമാണല്ലോ, നാം ഒരുമിച്ച് ഐക്യമത്യപ്പെട്ട് ഏക മനസ്സുള്ളവരായി യേശു ക്രിസ്തുവിന്റെ പെട്ടകം ചുമന്നുകൊണ്ട് ഏത് കഷ്ടതയുടെ നടുവിലുള്ള വഴിയായാലും ആ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ അതിലെ കടന്നു പോകരുതെന്നല്ല പറയുന്നത്. ശരിയാണ്, ഈ യോർദാനെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. 3 അടി മുതൽ 30 അടി വരെ താഴ്ചയുള്ള ഒരു നദിയാ യോർദാൻ. കൊയ്ത്തുകാലത്ത് അത് കരകവിഞ്ഞൊഴുകുന്ന ഒരു നദിയാ യോർദാൻ. ഹെർമോനിലെ മഞ്ഞ് ഉരുകി കരകവിയുന്ന ഒരു നദിയാ യോർദാൻ. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ദൈവദാസന്മാരോടുകൂടെ വിശ്വാസികളോടുകൂടെ രാജകീയ പുരോഹിത വർഗമായ നാം ഒരുമിച്ച് ചെന്ന് ആ പെട്ടകം ചുമന്നുകൊണ്ട് യോർദാൻ വക്കൽ കാലെടുത്ത് വെക്കുമ്പോൾ യോർദാൻ 2ആയി പിരിഞ്ഞു മുന്നോട്ട് പോകുമ്പോൾ ഇടത്തോട്ട് നോക്കുമ്പോൾ ശരിയാ, ഉയർന്നു നിൽക്കുന്ന വെള്ളമാ. ഇതൊക്കെ താഴോട്ട് വരുമോ, ഇനി എൻ്റെ ദേഹത്തേക്ക് വരുമോ, എന്നെ ഇതിൽ മുക്കിക്കളയുമോ എന്നൊക്കെ നിങ്ങൾ പേടിക്കുന്നുണ്ടാവാം. ഭയപ്പെടേണ്ട, കാരണം കർത്താവാ കൽപ്പിച്ചത്. ഭയപ്പെടേണ്ട, ഈ വഴിയിലൂടെ പോവുക, ഈ വഴിയിലൂടെ കടന്നു പോവുക, ഞാൻ നിന്നെ അക്കരെ എത്തിക്കും. ഇത് പകൽക്കാലം പ്രമറ്റത്തുള്ള എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരിക്കലൂടെ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു.
ഈ വഴിയിലൂടെ നിങ്ങൾ ഇതുവരെ പോയിട്ടില്ല. പോകാത്ത വഴിയിലൂടെ 2025 ദിനങ്ങൾ ദൈവം നിങ്ങളെ നടത്തുവാൻ പോകുകയാണ്. ആ വഴി തുറക്കപ്പെട്ട വഴിയാണ്. അത് ചിലപ്പോൾ ആ വഴി ചിലപ്പോൾ യോർദാന് നടുവിലൂടെ ആയിരിക്കാം, യോർദാൻ വിവാഹിക്കേണ്ട സാഹചര്യമായിരിക്കാം, മുന്നിൽ യോർദാനായിരിക്കാം, മുന്നിൽ പ്രശ്നങ്ങളായിരിക്കാം. അതുകൊണ്ടാണ് പ്രിയ കർത്താസൻ പറഞ്ഞത്, കഷ്ടതയുടെ ഇതിലൂടെ നടന്നാലും ഞാൻ നിന്നെ ജീവിപ്പിക്കും. അതെ, ഈ കഷ്ടതയുടെ പാതയിലൂടെ ആയിരിക്കാം നീ നടക്കുന്നത്. ഈ കഷ്ടത മുൻപിൽ കാണുന്നുണ്ടായിരിക്കാം. ഒരു കാര്യം ഓർത്തുകൊള്ളുക, പരിശുദ്ധാത്മാവ് 2025 ആദ്യ മാസങ്ങളിൽ ഇവിടെ ഒരിക്കലൂടെ ആവർത്തിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു, കഷ്ടതയുടെ നടുവിൽ നടന്നാൽ നിങ്ങൾ ജീവിപ്പിക്കും. ഈ വഴി നിങ്ങൾ പോയിട്ടില്ല. കാരണം നിങ്ങൾ ഈ കഷ്ടതയിൽ കാലെടുത്ത് വെക്കുമ്പോൾ വഴി രണ്ടായി പിരിയും. നിങ്ങളുടെ വഴി തുറക്കും, ധൈര്യമായിട്ട് പോകാം. അപ്പുറത്ത് ചെന്നതിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, ദൈവമേ, ഇതിലൂടെയാണ് ഞാൻ നടന്നു പോയത്, ഈ വെള്ളത്തിന് നടുവൂടെയാണ് നടന്നു പോയത് എന്ന് ചിന്തിക്കുന്ന സാഹചര്യം ഉണ്ടാകും. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുവാൻ പോകുന്നു. ഈ വഴി നിങ്ങൾ ഇതുവരെ പോയിട്ടില്ല. ഈ വഴിയിലൂടെ ദൈവം നിങ്ങളെ നടത്തും.